അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 അധ്യായം 15 വാക്യം നമുക്ക് വായിക്കാം. അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ശീമോൻ പത്രോസിനോട്, യോഹന്നാൻ്റെ മകനായ ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് അവൻ, ഉവ്വ കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞാടുകളെ മേയിക്ക എന്ന് അവൻ അവനോട് പറഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം കേട്ടത്. 12 ശിഷ്യന്മാരെ യേശു തിരഞ്ഞെടുത്തു. ഒരാൾ യേശുവിനെ ഒറ്റിക്കൊടുത്ത് കെട്ടിഞ്ഞാന്ന് ചത്തുകളഞ്ഞു. 30 വെള്ളിക്കാശിനുള്ള വിലയെ അവന് യേശുവിന് ഉണ്ടായിരുന്നുള്ളൂ. 3 വർഷത്തിൽ കൂടുതൽ യേശുവിനോട് കൂടെ നടക്കുകയും യേശുവിൻ്റെ ഉപദേശം കേൾക്കുകയും യേശു ചെയ്ത അത്ഭുതങ്ങൾ കാണുകയും യേശുവിൻ്റെ കാഷിയറായി പ്രവർത്തിക്കുകയും യേശു നൽകിക്കൊടുത്ത അപ്പം തിന്നുകയും യേശു മാനിക്കപ്പെട്ടപ്പോൾ എല്ലാം മാനിക്കപ്പെടുകയും ചെയ്ത യൂദാ ഇസ്കര്യോത്ത ഇന്ന് അവനോട് കൂടെ ഇല്ല. യൂദയെപ്പോലെ പ്ലാൻ ചെയ്തുള്ള തള്ളിപ്പറച്ചൽ അല്ലായിരുന്നു എങ്കിലും യൂദ ചെയ്തതുപോലെ തന്നെ ഒരു തെറ്റാണ് പത്രോസ് ചെയ്തത്. 3 പ്രാവശ്യം യേശുവിനെ പത്രോസ് തള്ളിപ്പറയുന്നു. 3-ാമത്തെ പ്രാവശ്യം തള്ളിപ്പറയുമ്പോൾ അവൻ പ്രാകുവാൻ തുടങ്ങിയിരുന്നു. എന്തുകൊണ്ടാണ് പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞത്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നാം ഓരോരുത്തരും പറയും, യേശു പത്രോസിനോട്, നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയുവോളം കോഴി കൂകുകയില്ല എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണെന്ന്. അത് ശരിയുമാണ്. എന്നാൽ കൃത്യമായി പറഞ്ഞാൽ സാഹചര്യങ്ങളെല്ലാം പത്രോസിൻ്റെ മുൻപിൽ മാറി മറിഞ്ഞത് പെട്ടെന്നായിരുന്നു. യേശുവിനോട് കൂടെ നടന്ന അത്ഭുതങ്ങൾ കാണുകയും അത്ഭുതങ്ങൾ ചെയ്യുകയും ചെയ്തിരുന്ന പത്രോസിൻ്റെ മുമ്പിൽ യേശു ഒരു ഹീറോ ആയിരുന്നു. എവിടെയെല്ലാം യഹൂദന്മാർ ഇവനുമായി വിഷയങ്ങളുണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം മഹാപുരോഹിതന്മാരോടും ഉന്നതന്മാരോടും യേശു സംസാരിച്ച് ജയിച്ചിട്ടുണ്ട്. താൻ യേശുവിനെ കണ്ടുമുട്ടിയ അന്നു മുതൽ യേശു ആരുടെയും മുമ്പിൽ തോറ്റിട്ടില്ല. സകല പ്രശ്നങ്ങളിൽ നിന്നും ഒഴിഞ്ഞ് രക്ഷപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ യേശു മഹാപുരോഹിതനെയും സേവകരെയും തോൽപ്പിച്ച് സ്വതന്ത്രനാകുന്നത് കണ്ട് ആ യേശുവിനോടുകൂടെ ജയാളിയായി അവിടെ നിന്നും പുറത്തു വരുവാനാണ് പത്രോസ് അവിടെ ചെന്നിരുന്നത് എന്ന് ഏകദേശ സൂചന നൽകുന്ന വാക്യമാണ് മത്തായി എഴുതിയ സുവിശേഷം 26 അധ്യായം 58 വാക്യത്തിൽ നാം കാണുന്നത്. അതിപ്രകാരമാണ് പത്രോസ് ദൂരവേ, അതായത് അകലം വിട്ട് മഹാപുരോഹിതൻ്റെ അരമനയോളം ചെന്ന് അകത്തു കടന്ന് അവസാനം കാണുവാൻ സേവകരോട് കൂടി ഇരുന്നു. മത്തായി എഴുതിയ സുവിശേഷം 26 അധ്യായം 58 വാക്യമാണ് നാം കേട്ടത്. അവസാനം കാണുവാൻ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ വിജയം കാണുവാൻ എന്ന് ചിന്തിച്ചാൽ മതി. എന്നാൽ പത്രോസിൻ്റെ കണക്ക് കൂട്ടലുകളെല്ലാം താളം തെറ്റിച്ച രംഗങ്ങളാണ് അവിടെ നടന്നത്. മഹാപുരോഹിതൻ്റെ കോടതിയിൽ യേശു നിൽക്കുകയാണ്. പല ചോദ്യങ്ങൾ അവർ ചോദിക്കുന്നുണ്ട്. യേശുവോ മിണ്ടാതിരുന്നു. മഹാപുരോഹിതൻ പിന്നെയും അവനോട്, നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ പറക എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് നിന്നോട് ആണയിട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ യേശു അവനോട് പറഞ്ഞു, ഞാൻ ആകുന്നു. ഇനി മനുഷ്യപുത്രൻ സർവശക്തൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണുമെന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ മഹാപുരോഹിതൻ വസ്ത്രം കീറി, ഇവൻ ദൈവദൂഷണം പറഞ്ഞു. ഇനി സാക്ഷികളെ കൊണ്ട് നമുക്കെന്ത് ആവശ്യം? നിങ്ങളിപ്പോൾ ദൈവദൂഷണം കേട്ടുവല്ലോ, നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്ന് ചോദിച്ചതിന് അവൻ മരണയോഗ്യൻ എന്ന് അവർ ഉത്തരം പറഞ്ഞു. അപ്പോൾ അവർ അവൻ്റെ മുഖത്ത് തുപ്പി അവനെ മുഷ്ടി ചുരുട്ടി കുത്തി. ചിലർ അവനെ കന്നത്തടിച്ചു, ഹേ ക്രിസ്തുവേ, നിന്നെ തല്ലിയത് ആർ എന്ന് ഞങ്ങളോട് പ്രവചിക്കുക എന്ന് പറഞ്ഞു. മത്തായി എഴുതിയ സുവിശേഷം 26 അധ്യായം 58 മുതൽ 68 വരെയുള്ള വാക്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. യേശു ക്രൂരമായി ഉപദ്രവം ഏൽക്കുകയും അവന് മരണശിക്ഷ മാത്രമേ മഹാപുരോഹിതൻ വിധിക്കൂ എന്നും തന്നോടുകൂടെ യേശു പുറത്തു പോകുവാനുള്ള യാതൊരു സാധ്യതയും ഇല്ല എന്നും പത്രോസിന് മനസ്സിലായി. ഒരു കുറ്റവാളിയുടെ കൂട്ടുകാരനാണ് താനെന്ന് പറയുവാൻ ആരെങ്കിലും ധൈര്യപ്പെടുമോ? വർഷങ്ങൾക്ക് മുൻപ് ഒരു യവനക്കാരൻ യേശുവിൻ്റെ മകനായി തീർന്നു. അദ്ദേഹം മറ്റൊരു സമുദായത്തിലെ ആത്മീക നേതാവായിരുന്നു. സത്യം മനസ്സിലാക്കി യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചു.
അദ്ദേഹത്തിൻ്റെ അനുഭവസാക്ഷ്യം അനേകരുടെ കുരുട്ട് കണ്ണ് തുറക്കുവാനും യേശുവിൻ്റെ മക്കളായി അനേകർ പാപം ഉപേക്ഷിക്കുവാനും ഇടയായിത്തീർന്നു. ഈ സമയത്ത് ആ ദൈവദാസന് വിദേശത്ത് ശുശ്രൂഷയ്ക്കായി അവസരം ലഭിച്ചു. വിദേശത്ത് ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദിവസം ഒരു കാറിൽ വന്ന് ചില യൗവനക്കാർ ഇദ്ദേഹത്തെ പ്രസംഗിക്കുവാൻ ക്ഷണിച്ചു. അവരുടെ കാറിൽ ഈ ദൈവദാസനുമായി പ്രസംഗ സ്ഥലത്തേക്ക് പോകുമ്പോൾ വാഹനം വിജനമായ മരുഭൂമിയിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. വളരെ ദൂരം വിജനമായ മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്ത് വാഹനം നിർത്തി. ഏതാനും സമയം കഴിഞ്ഞപ്പോൾ മറ്റു ചില വാഹനങ്ങളിൽ വന്ന ഒരു കൂട്ടം യൗവനക്കാർ ആ ദൈവദാസന് ചുറ്റും കൂടി. വന്നവർ ആ സാധു ദൈവദാസനെ അതിക്രൂരമായി മർദ്ദിച്ച് അവശനാക്കി, നീ ഞങ്ങളുടെ സമുദായത്തിനെതിരെ പ്രസംഗിക്കുമോടാ എന്നായിരുന്നു ആക്രോശം. ഒടുവിൽ അവർ ആ ദൈവദാസനെ അറബി പോലീസിനെ ഏൽപ്പിച്ചു. ഇവനിവിടെ ക്രിസ്തുമതം പ്രചരിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അങ്ങനെ ചെയ്തത്. ഇങ്ങനെ ഏൽപ്പിച്ചവർ ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്നവരും ബൈബിളുമായി യാതൊരു ബന്ധമില്ലാത്തവരുമാണ്. ജയിലിൽ കിടക്കുന്ന ആ ദൈവദാസന് ഒരു ഫോൺ കോൾ വന്നു. ആ ദൈവദാസനെ പ്രസംഗിക്കുന്നതിനായി അറബി നാട്ടിലേക്ക് ക്ഷണിച്ച ഒരു പാസ്റ്ററായിരുന്നു അത്. ആ ദൈവദാസന് ആശ്വാസമായി തന്നെ ഇവിടെ കൊണ്ടുവന്ന ദൈവദാസൻ തന്നെക്കുറിച്ച് അന്വേഷിച്ചല്ലോ എന്ന് ഓർത്തായിരുന്നു ആശ്വാസം. എന്നാൽ ആ ആശ്വാസം പരവേശമായി തീരുവാൻ അധികം സമയം വേണ്ടി വന്നില്ല. എൻ്റെ പേര് ദയവായി പോലീസിനോട് പറയരുത് എന്ന് പറയുവാനാണ് ആ പാസ്റ്റർ തന്നെ വിളിച്ചത്. ആ ദൈവദാസൻ കർത്താവിൽ ആശ്രയിച്ചു. താൻ നേരിട്ട് പറഞ്ഞ് ഞാൻ കേട്ടതാണിത്. അതെ, നാം പ്രതിസന്ധിയിലാകുമ്പോൾ എത്ര വലിയ സ്നേഹിതനും മാറി നിൽക്കും. അതുകൊണ്ടാണ് ഒരു സഹോദരനിലും വിശ്വസിക്കരുതെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. മറ്റാരെങ്കിലും നമ്മുടെ പ്രതിസന്ധിയിൽ നമ്മെ സഹായിക്കും എന്നോർത്ത് കർത്താവിനെ നാം അനുഗമിക്കരുത്. കർത്താവായ യേശു ക്രിസ്തു തന്നെ നമ്മെ സഹായിക്കും എന്ന് വിശ്വസിച്ച് മാത്രമേ കർത്താവിൻ്റെ പ്രവൃത്തിക്കായിട്ട് നാം ഇറങ്ങിത്തിരിക്കാവൂ. അതും വ്യക്തമായ നിർദ്ദേശം കർത്താവായ യേശു ക്രിസ്തു നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാവൂ. യേശു ശിക്ഷിക്കപ്പെടുന്നത് കണ്ട പത്രോസിന് പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല. അവൻ ഭയപ്പെട്ടു പോയി. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 67-ാം വാക്യത്തിൽ യേശുവിനെ അവർ ഉപദ്രവിച്ചു തുടങ്ങിയിരുന്നു. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 69-ാം വാക്യത്തിൽ പത്രോസിൻ്റെ പ്രതിസന്ധിയും തുടങ്ങി. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 69-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് നീയും ഗലീലക്കാരനായ യേശുവിനോട് കൂടെ ആയിരുന്നുവല്ലോ എന്ന് ഒരു സ്ത്രീ പറഞ്ഞു. നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് എല്ലാവരും കേൾക്കെ തള്ളിപ്പറഞ്ഞു. മറ്റൊരുത്ത അവിടെയുള്ളവരോട് ഇവനും നസറേയനായ യേശുവിനോട് കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞു. ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് അവൻ രണ്ടാമതും ആണയോടുകൂടെ തള്ളിപ്പറഞ്ഞു. അല്പനേരം കഴിഞ്ഞിട്ട് അവിടെ നിന്നവർ അടുത്തു വന്നു പത്രോസിനോട്, നീയും അവരുടെ കൂട്ടത്തിലുള്ളവൻ സത്യം, നിൻ്റെ ഉച്ചാരണവും നിന്നെ വെളിവാക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പ്രാകുവാനും ആണയിടുവാനും തുടങ്ങി. ഉടനെ കോഴി കൂകി. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 69 മുതൽ 74 വരെയുള്ള വാക്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി. ഇന്ന് കോഴി കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയുമെന്ന് കർത്താവ് തന്നോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് പുറത്തിറങ്ങി അതിദുഃഖത്തോടെ കരഞ്ഞു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 61-ാം വാക്യമാണ് നാം കേട്ടത്. അതികഠിനമായി മഹാപുരോഹിതൻ്റെ ചേവകർ തുപ്പുകയും മുഷ്ടി ചുരുട്ടി യേശുവിനെ ഉപദ്രവിക്കുകയും ചെയ്യുന്നതിനിടയിലും 3-ാം പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസിനെ ഉപദ്രവിച്ചു കൊണ്ടിരുന്ന ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ ശാസിക്കുന്നതിനു വേണ്ടിയും പത്രോസിനെ താൻ പറഞ്ഞ വാക്ക് ഓർപ്പിക്കുന്നതിനു വേണ്ടിയുമാണ് യേശു തിരിഞ്ഞു നോക്കിയതെന്ന് ഞാൻ ചിന്തിക്കുന്നു. തക്ക സമയത്ത് യേശു പത്രോസിനെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ മറ്റൊരു മരണം അവിടെ നടക്കുമായിരുന്നു. എങ്കിലും പത്രോസിനെ നശിപ്പിക്കുവാൻ സാത്താന് കർത്താവ് അനുവദിച്ചില്ല. കാരണം മഹാപൗരോഹിത്യ പ്രാർത്ഥനയിൽ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ് പ്രാർത്ഥിച്ച ഒരു വാക്കാണ്, നീ എനിക്ക് തന്ന നാമത്തിൽ ഞാൻ അവരെ കാത്തു എന്നത്. അതെ, നാം ക്രൂശിനെ വിട്ടു ഓടിപ്പോയാലും നമ്മെ പിന്തുടർന്ന് സാത്താൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്ന ക്രൂശിലെ സ്നേഹമാണ് നാം അവിടെ കാണുന്നത്. ഇപ്പോൾ യേശു പത്രോസിനോട് ചോദിക്കുകയാണ്, പത്രോസേ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? 3-ാമതും യേശു ചോദിച്ചപ്പോൾ പത്രോസിന് കാര്യം മനസ്സിലായി. യേശുവിനെ സ്നേഹിക്കുവാൻ പോലും നമുക്ക് അവൻ്റെ ആത്മാവിനെ കൂടാതെ സാധ്യമല്ല എന്ന് നാം മനസ്സിലാക്കണം.
മൂന്നാം പ്രാവശ്യം യേശു നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് പറയുകയാണ്, യേശുവേ, നീ സകലവും അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നും നീ അറിയുന്നു. അതെ, യേശു സകലവും നന്നായിട്ട് അറിയുന്നു. യേശു സകലതും നന്നായിട്ട് ചെയ്യുന്നു. ആരെല്ലാം നിന്നെ വിട്ട് ഓടിപ്പോയാലും ഞാൻ നിന്നെ വിട്ട് ഓടിപ്പോവുകയില്ല എന്നല്ല നാം പറയേണ്ടത്. നിന്നെ വിട്ടുപോകുവാൻ എനിക്ക് ഇട വരരുത് എന്നാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, പത്രോസ് നേരിട്ട ഒരു പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ എന്തായിരിക്കും നമ്മുടെ പ്രതികരണം എന്ന് ഇന്ന് തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. ഏത് വിധേനയും നമ്മുടെ വിരുദ്ധ തെറ്റിച്ച് നമ്മെ നാശയോഗ്യനാക്കുവാൻ ശ്രമിക്കുന്ന ദുഷ്ടൻ്റെ കയ്യിൽ നിന്നും നാം രക്ഷപ്പെടുവാൻ അനുദിനം വചനം വായിച്ചും അനുസരിച്ചും യേശുവിനോട് കൂടെ ജീവിച്ചും മുന്നേറിയാൽ പരിശുദ്ധാത്മാവ് നമുക്ക് ധൈര്യം തരും. ഭീരുത്വത്തിൻ്റെ ആത്മാവാണ് ക്രിസ്തുവിനെ സാക്ഷിക്കുവാൻ സമ്മതിക്കാതെ വണ്ണം നമ്മെ ഭയപ്പെടുത്തുന്നത്. ദൈവാത്മാവ് നമ്മിലുണ്ടെങ്കിൽ യേശുവിൻ്റെ ധൈര്യത്തോടെ സാക്ഷിക്കുവാൻ നമുക്ക് കഴിയും. പാപം നമ്മിലുള്ളപ്പോൾ മാത്രമാണ് ഭീരുത്വത്തിൻ്റെ ആത്മാവ് നമ്മിൽ പ്രവേശിക്കുന്നത്. ആകയാൽ പാപം ചെയ്യാതെ ജീവിച്ച് ദൈവാത്മാവിനെ അനുസരിച്ച് നമുക്ക് മുന്നേറാം. കർത്താവ് അതിനെ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളൊന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയെ തള്ളിപ്പറഞ്ഞ് നിത്യശിക്ഷാവിധിക്ക് യോഗ്യരായി തീരുവാൻ അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങൾക്ക് ഇടവരാതെ വണ്ണം വിശ്വസ്തയോടും നീതിയോടും അങ്ങയുടെ വചനം പ്രമാണിച്ചുകൊണ്ടും ജീവിപ്പാൻ വേണ്ട ദൈവകൃപ അടിയനെ കേൾക്കുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങൾക്ക് നൽകി കൊടുത്ത് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. സാമ്പത്തികമായി ഞെരുങ്ങുന്നവർക്ക് അതിൽ നിന്നും മോചനം കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.